ഞാനിപ്പോൾ ശാന്തമായ കുവൈറ്റിൻ്റെ ഒരു കടൽ തീരത്താണ്. ഇവിടെ തിരമാലകൾ എത്ര ഉയർന്നാലും ഗർജനമോ ബഹളമോ ഒന്നുമില്ല, ശാന്തമാണ്. ഈ രാജ്യം പോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അശാന്തി പടർത്തി അതിൻ്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒന്നും ഈ കടലിൻ്റെ ശാന്തതയെ ബാധിച്ചില്ല. പക്ഷേ രാജ്യനിവാസികളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന കുറേ ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് കുവൈറ്റ്. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യക്കാരെയും എല്ലാ തലത്തിലുള്ളവരെയും ഉൾക്കൊള്ളുന്ന ഒരു മഹാമനസ്കതയുള്ള രാജ്യം. ഇത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടും അതിനെല്ലാം ശക്തമായി നേരിടാൻ തയ്യാറായി മുന്നോട്ട് വന്ന കുവൈറ്റ് സർക്കാരും വ്യോമ പ്രതിരോധ സേനയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ആർക്കും തന്നെ യാതൊരു രീതിയിലുള്ള അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ കടന്നുപോയ ദിനങ്ങൾ. ഒന്നോ രണ്ടോ വേദനിപ്പിക്കുന്ന മരണങ്ങൾ ഒഴിച്ചാൽ അവിടെയും ഇവിടെയും വീണ കുറച്ച് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ മാറ്റി നിർത്തിയാൽ യാതൊരു രീതിയിലുള്ള അപകടങ്ങളും വരാതെ കാത്തു സൂക്ഷിച്ച രാജ്യം. പ്രവാസികളായ നമുക്കും ഒരുപാട് സന്തോഷവും സമാധാനവും നൽകിയ രാജ്യം. ഈ ഒരു രാജ്യത്തിൻ്റെ സമാധാനം കെടുത്തുന്ന ഈ ഒരു യുദ്ധ വെറി പൂണ്ടവരുടെ പിന്നിലേക്ക് ഒന്ന് നോക്കിയാൽ എങ്ങനെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി പണ്ട് നെട്ടോട്ടോടിയ രാജാക്കന്മാരെയും ചക്രവർത്തിമാരുടെയും ഒരു തലത്തിലേക്ക് മാറിപ്പോവുകയാണോ ഇത്രയും ഈ ഒരു ആധുനിക രീതിയിൽ ഇത്രയും വലിയ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളിലേക്ക് വന്ന ഈ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നമ്മുടെ കുവൈറ്റിൻ്റെ ശാന്തമായ ഒരു കടൽ തീരത്തു നിന്നാണ് ഇങ്ങോട്ടെത്തിയത്. അതിനൊരു കാരണമുണ്ട്. കുവൈറ്റ് എന്ന കൊച്ചു രാജ്യത്ത് അന്ന് ഒരു കാലഘട്ടത്തിൽ ഉരുവിലൂടെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബോട്ടിലൂടെയും കപ്പലിലൂടെയും ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആൾ അദ്ദേഹം എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കാലഘട്ടമാണ്, ഏതൊരു 50 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് കടക്കുമ്പോൾ ഈ അശാന്തിയും അസമാധാനവും ഒക്കെ നമ്മൾക്കിടയിലേക്ക് വരുന്നതിൻ്റെ കാരണങ്ങൾ, അല്ലെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നു, വന്നാൽ എങ്ങനെയൊക്കെ അതിനെ അതിജീവിച്ചു എന്നൊക്കെ വിഷയങ്ങളിൽ തീർച്ചയായിട്ടും അതിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ വ്യക്തമാക്കാൻ സാധിക്കൂ. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷനിലൂടെയൊക്കെ ഇഷ്ടാനുസരണം വാരി വലിച്ചു പറയുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തത എന്ന് പറയുന്നത് ശരിയായ വഴിയിലൂടെ നടന്നിട്ടുള്ളവരിൽ നിന്ന് കേൾക്കുന്നത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എത്തിയിരിക്കുന്നത് 50 വർഷം കുവൈറ്റിൽ ജീവിച്ച ഒരു പ്രവാസിയുടെ അടുത്തേക്കാണ്. സ്വാഭാവികമായിട്ടും ആ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നപ്പോഴുണ്ടായ ഇറാഖ് അധിനിവേശത്തിൻ്റെ മുറിവുകൾ ഏറ്റ ഒരാൾ കൂടിയാണ്. ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഈ ന്യൂജൻ യുദ്ധവും അല്ലെങ്കിൽ പഴയ കാലത്തെ ആ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം ചേരുന്നത് KH മുഹമ്മദ് കുന്നിലാണ്. അദ്ദേഹത്തിൻ്റെ പഴയകാല ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും അല്ലെങ്കിൽ ഈ യുദ്ധകാലത്തെ എങ്ങനെ അതിജീവിക്കുന്നു എന്നൊക്കെയുള്ള വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം. അസ്സലാമു അലൈക്കും. നമസ്കാരം. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നമ്മുടെ റമദാൻ മാസമായിക്കൊണ്ട് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയൊക്കെ കാലഘട്ടങ്ങൾ കടന്നു പോകുന്നു. അതിനിടയിലാണ് നമുക്ക് ഇറാൻ്റെ ഒരു യുദ്ധം കടന്നെത്തിയത്. 1976 കുവൈറ്റിലെത്തിയ CH മുഹമ്മദ് കുന്നിലാണ് നമ്മോടൊപ്പം ഉള്ളത്. അനുഭവങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ താങ്കളിലുണ്ടാവാം. അപ്പം അന്നത്തെ ഒരു കാലഘട്ടവും അതിനുശേഷം താങ്കൾ വന്ന എനിക്ക് തോന്നുന്നൊരു കുറഞ്ഞ സമയം കഴിഞ്ഞ് ഒന്ന് പച്ച പിടിക്കുന്ന സമയത്താണ് ഇറാഖ് അധിനിവേശം. നമ്മൾ അതിലേക്കൊന്ന് കടന്നാൽ ആ ആദ്യം സൈറൻ മുഴങ്ങിയ അതിലേക്കൊന്ന് കടന്നാൽ എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? കുവൈറ്റ് എന്ന കൊച്ചു രാജ്യം വികസന പാതയിൽ കുതിക്കുന്ന കാലത്താണ് 1990 സദ്ദാം ഹുസൈൻ്റെ അധിനിവേശം. 1980 മുതൽ 1988 വരെയുള്ള ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാഖിനുണ്ടായ നഷ്ടം നികത്താനാവാത്തതായിരുന്നു. സാമ്പത്തിക മാന്ദ്യം, മറുവശത്ത് ഇന്ധന വിലയിടിവ്, കുവൈറ്റിൻ്റെ വൻതോതിലുള്ള എണ്ണ ഉൽപ്പാദനം തുടങ്ങിയവ സദ്ദാമിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചതോടെയാണ് ചരിത്രാതീത കാലം മുതൽ കുവൈറ്റ് ഇറാഖിൻ്റെ ഭാഗമായിരുന്നു എന്ന വാദവുമായി
കുവൈറ്റ് അധിനിവേശം എന്ന മാരകമായ പദ്ധതിക്ക് സദ്ദാം രൂപം കൊടുത്തത്. മണിക്കൂറുകൾക്കുള്ളിലുള്ള ആക്രമണത്തിലൂടെ സദ്ദാം ഹുസൈൻ്റെ പട്ടാളം കുവൈറ്റിനെ പൂർണ്ണമായും അധീനതയിൽ ആക്കുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ സ്വദേശികളും വിദേശികളും പരിഭ്രാന്തരായി. കുവൈറ്റിൻ്റെ കൊച്ചു പട്ടാളത്തെ പൂർണ്ണമായും അധീനതയിലാക്കി സദ്ദാമിൻ്റെ പട്ടാളം സകല മേഖലകളും കൈയടക്കി. അതായത് ഞാൻ നാട്ടിൽ വെക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് കുവൈത്തിലേക്ക് ഞാൻ എത്തി ഒരു 15 ദിവസം ആയിരുന്നു. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് എണീറ്റപ്പം നമ്മുടെ ജ്യേഷ്ഠൻ സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചു എവിടെ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലാണ്, ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ താമസിക്കുന്ന റൗദയിലാണ്, 40 നമ്പർ റോഡാണ്. അപ്പോൾ അതിൽ കൂടി വെളിയിലോട്ട് നോക്കിയാൽ നമുക്ക് റോഡ് കാണാം. അപ്പോഴാണ് ഈ കാണുന്നത് നമ്മുടെ ഈ പീരങ്കികളോ ഇതൊക്കെ ആ റോഡ് വഴി പോകുന്നത് ഞാൻ കണ്ടു ആ സമയത്ത്. എന്നിരുന്നാലും ഓഫീസിൽ പോകണമല്ലോ. അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് ഓഫീസിലേക്ക്, സിറ്റിയിലേക്ക്, മുറുകാവ് റൗണ്ട് അബൌട്ടിനടുത്താണ് ഓഫീസുള്ളത്. അവിടെ അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. കാരണം ജനങ്ങൾ പരിഭ്രാന്തി പിടിച്ചിട്ട് വണ്ടികൾ റോഡൊന്നും നോക്കുന്നില്ല, ഒന്നുമില്ല, കിട്ടിയ വഴിയിൽ കൂടിയിട്ടൊക്കെ വണ്ടികൾ ഓടുകയാണ്. അപ്പം പേടിച്ചു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതൊരു യുദ്ധത്തിൻ്റെ ഇതാണെന്ന് മനസ്സിലായി. കാരണം അത് എനിക്ക് വിവരം കിട്ടിയല്ലോ ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ആ സമയത്ത് ഞാൻ പോകുന്ന വഴിയുടെ കാര്യമാണ്, റോഡിലെ കാര്യമാണ് പറഞ്ഞത്. റോഡ് ഏത് ഭാഗത്തു നിന്നും നോക്കുന്നില്ല, ആളുകൾ കിട്ടിയ വഴിയെ കൂടി വണ്ടി എടുത്ത് ഓടുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അന്ന് പേടിച്ചിട്ടായിരിക്കാം ഓടുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനീൻ്റെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു വീട്ടിൽ നമ്മുടെ ബോസിൻ്റെ വീട്ടിനടുത്ത് കൊണ്ടുപോയി നിർത്തി ഗോഡൗണൊക്കെ പൂട്ടി ചാവി ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്ന് നിന്നു. അതിനുശേഷം വെളിയിലോട്ട് പോകും. പക്ഷേ ഈ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലത്തും ഇറാഖി പട്ടാളമായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് എത്ര വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളോട് അവർ പറയും നിങ്ങളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ പോയിക്കോളൂ, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അവർ നമ്മളോട് ഇങ്ങോട്ട് ഉപദേശിക്കും, നിങ്ങൾ പോയിക്കോ. എന്ത് കാരണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവരൊന്നും അത്ര കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ആ സമയത്ത്. Before every great move, there's focus. They show up, they lead, they deliver. Because the best choose the best. Al Muzagini Exchange, always near you. Flavor made for the squad. Carrot tastes better together. Dubai Karaku Makani, the place of real Karak. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിനുശേഷം ഞാൻ കുറേ കാലം അവസാനം പിള്ളേരൊക്കെ ചെറുതല്ലേ. എൻ്റെ മൂത്ത മോന് 88, മറ്റവളെ 89, 2-3 വയസ്സായ പിള്ളേരായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ കുറേ നാളിങ്ങനെ പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മുടെ ഏതായാലും നാട്ടിലോട്ട് കയറി പോകാൻ ആ യാത്ര. അതായത് ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പിന്നെ എങ്ങനെ കുവൈറ്റ് കടന്ന് പോകുന്നു? അതെ, അതായത് അന്ന് നമ്മൾ ഈ ഇന്ത്യൻ എംബസിൻ്റെ മുഖേന നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു. അതിന് നമ്മുടെ സാൽമ ഇന്ത്യൻ സ്കൂളിൽ വെച്ചിട്ട് അവിടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായി. അപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു അവിടെ ജനങ്ങൾ ഇങ്ങനെ നാട്ടിലേക്ക് കയറി പോകാന്നുള്ള രീതിയിൽ അവിടെ വന്നിട്ട് ഓരോരാൾ എനിക്കാദ്യം എന്നുള്ള ഇതുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ പോയി രജിസ്ട്രേഷൻ ചെയ്തു. അപ്പോൾ ഫാമിലികൾക്ക് മുൻഗണന കൊടുത്തു. മുൻഗണന എൻ്റെ എംബസിൻ്റെ ഭാഗത്തുനിന്ന് മുൻഗണന ഫാമിലികൾക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ഇതിൽപ്പെട്ട് നമുക്ക് ചാൻസ് കിട്ടി. ഞങ്ങളുടെ കുടുംബക്കാരനെ ഉണ്ടായിരുന്നു 3-4 ഫാമിലികൾ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കയറി ബസ്രയിലേക്ക് കൊണ്ടുപോയി, ഇറാഖിൻ്റെ ബസ്രയിലേക്ക് കൊണ്ടുപോയി. ബസ്രയിൽ നിന്നും ഷിപ്പ് വഴി, ആദ്യത്തെ ഒരു ഷിപ്പായിരുന്നു, ആ ഒരു ആദ്യം വന്ന ഷിപ്പിൽ തന്നെ നമുക്കൊരു ചാൻസ് കിട്ടി. ആ ഷിപ്പിലാണ് നമ്മൾ ഇവിടുന്ന് കയറിപ്പോയി. കുവൈറ്റ് അധീനതയിലാക്കിയ ശേഷം വിദേശികൾക്ക് രാജ്യം വിട്ടുപോകാനുള്ള ഇളവ് സദ്ദാം നൽകിയത്
ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശ്വാസമായി. റോഡ് മാർഗം ഇറാഖ് അതിർത്തി കടന്നും ജോർദാൻ വഴിയുമൊക്കെയായി നിരവധി വിദേശികൾ കുവൈറ്റിൽ നിന്ന് പലായനം ചെയ്തു. 2 ലക്ഷത്തോളം വരുന്ന വിദേശികളും അതിൽ ബ്രിട്ടീഷ് അമേരിക്കൻ പൗരന്മാരുൾപ്പെടെ നിരവധി പേർ അക്ഷരാർത്ഥത്തിൽ അകപ്പെട്ട സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾക്ക് ആക്കം കൂടി. കുവൈറ്റ് നിരത്തിലൂടെ ഇറാഖിൻ്റെ യുദ്ധ ടാങ്കുകൾ ചീറിപ്പാഞ്ഞു. ഭയവിഹുലരായ സ്വദേശികൾ വീടുകളുടെ ബേസ്മെൻറ്റുകളിലും മറ്റ് ഇടത്താവളങ്ങളിലുമായി ഒളിച്ചു താമസിച്ചു. അതിർത്തി കടന്ന് സൗദിയിലേക്ക് കടന്ന കുവൈറ്റ് ഭരണാധികാരികൾ പ്രവാസി സർക്കാരിന് രൂപം നൽകി. ഈ നീക്കങ്ങൾ ലോക രാജ്യങ്ങളുടെ പിന്തുണയും നേടി. അമീർ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ, കിരീടാവകാശി ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള അൽ സാലം അൽ സബ എന്നിവർ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഭൂരിപക്ഷം രാജ്യങ്ങളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. തുടർന്ന് കുവൈറ്റ് വിട്ടുപോകുന്നതിന് UN രക്ഷാസമിതി ഇറാഖിന് അന്ത്യശാസനം നൽകിയിട്ടും സദ്ദാം വഴങ്ങിയില്ല. അന്നത്തെ US പ്രസിഡന്റ് ജോർജ് ബുഷ് സീനിയർ ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാരുടെ നിർദ്ദേശപ്രകാരം 1990-ൽ UN-ൻ്റെ നേതൃത്വത്തിൽ സൈനിക നടപടി ആരംഭിച്ചു. ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഇപ്പം ഒരു ന്യൂജൻ കാലമാണ്. പല രീതിയിലുള്ള സിസ്റ്റമാറ്റിക്കായി വളരെ ഡിസിപ്ലിനും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം മനുഷ്യൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കണ്ട സൈറൻ മുഴക്കം പെട്ടെന്ന് തന്നെ ആദ്യം ഒന്ന് എല്ലാവരെയും ഒന്ന് പാനിക്കാക്കി, അത്യാവശ്യം എല്ലാവരും ഒന്ന് ഭയപ്പെടുത്തിയെങ്കിലും ശക്തമായ കുവൈറ്റിൻ്റെ ഇടപെടലുകളിലൂടെ ഇവിടെ യാതൊരു രീതിയിലും പ്രശ്നം വരുന്നില്ല എന്നൊരു ധൈര്യത്തിലാണ് എല്ലാവരും. എങ്കിൽ കൂടി ഈ ഒരു സൈറൻ മുഴങ്ങിയപ്പം അന്നുണ്ടായ അനുഭവമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ കാണുന്നത്? അതായത് അന്ന് പെട്ടെന്നുള്ള ഒരു കയറ്റമായിരുന്നു. അതായത് മുമ്പേ ബോർഡറൊക്കെ കയറി വന്നായിരുന്നു. ഇത് ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ സൈറനൊക്കെ മുഴങ്ങിയിട്ട് നമ്മൾക്ക് ആദ്യം ഒരു എന്താ വിവരം കിട്ടുന്നുണ്ട്. ആ സൈറൻ മുഴങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലൊരു ആദ്യമാണ്, പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഏതായാലും ഒരു യുദ്ധത്തിൻ്റെ വിഷയമല്ലേ, അങ്ങനെ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു. എന്നാലും ധൈര്യമുണ്ട്. ആ പഴയ ഒരു ഇത് വെച്ചിട്ട് മനസ്സിലൊരു ധൈര്യം. ഇന്ന് ഈ ഒരു അസമാധാനത്തിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യകതയില്ല. ആക്ച്വലി നമുക്ക് കാണാം, അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രായേൽ അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം, പല രീതിയിൽ കാണാം. പക്ഷേ അതിൽക്ക് അപ്പുറത്തേക്ക് നമ്മൾ പുറകോട്ട് നോക്കിയാൽ ഇറാഖ് ഇറാൻ പതിറ്റാണ്ടുകളോളം യുദ്ധങ്ങൾ നടത്തി ഏറ്റവും നമ്മളൊക്കെ ഒരു കാലത്ത് പേർഷ്യയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആൾക്കാരൊക്കെ പറയുന്നത് പേർഷ്യയ്ക്ക് പോകുന്നതാണ്. ആ ഒരു പേർഷ്യ ഇന്ന് ഒരു ദരിദ്ര ലെവലിലോട്ടാക്കുന്നു. സുന്ദരന്മാരായ അല്ലെ സുന്ദരിമാരായ നല്ല സമൂഹം. അതുപോലെ തന്നെ നമുക്ക് കാണാം എത്ര റിച്ചായിരുന്നു അവരുടെ കൾച്ചർ എല്ലാ മേഖലകളിലും. ആ ഒരു രാജ്യം ഇന്ന് ഒന്നുമല്ലാത്തതുപോലെ ആയതിൻ്റെ ഒരു കാരണം നമുക്ക് പഴിചേരാൻ പറ്റുമോ? യൂറോപ്യൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് സഹോദരന്മാർ തമ്മിലുള്ളൊരു യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൻ്റെ ഗതിയിൽ ആ അധിനിവേശം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി യൂറോപ്യൻ സഖ്യസേനകൾ ഇറങ്ങുകയും താറുമാറാക്കുകയും വീണ്ടും രാജ്യങ്ങൾ തമ്മിൽ ദരിദ്രത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യും നമ്മൾ കാണുകയാണ്. ഈ ഒരു അസമാധാനം അല്ലെങ്കിൽ താങ്കളുടെയൊക്കെ ഇത്രയും കാലത്തെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ യുദ്ധക്കുതിയന്മാർക്ക് ഈ യുദ്ധം എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ ലഘൂകരിക്കാം, അല്ലെ എങ്ങനെ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു? ഇത് ഓരോരാളുടെ അവരവരെ താല്പര്യം രക്ഷപ്പെടുത്താൻ വേണ്ടി, അവരവരെ താല്പര്യം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കുവൈത്ത് എന്ന് പറഞ്ഞാൽ ഏതായാലും ഈ ഒരു ഇത്രയും വർഷത്തെ പരിചയമുള്ള ഒരു പ്രവാസികളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരെ കൂടി അല്ലെങ്കിൽ ഇപ്പോൾ 1-2 വ്യക്തികളിലൂടെയെങ്കിലും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നുള്ളത് അതിലേക്കൂടെ കടന്ന് നമുക്ക് തിരിച്ചു വരാം. For businesses, our corporate team is always ready to provide you with dedicated and tailor-made services. 135 plus branches, 80 plus years of experience. Al Muzaini Exchange, Kuwait's #1 exchange company since 1942. Flavor Made for the squad. Carrot tastes better together. Dubai Karakumakani, the place of real Karak. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ എല്ലാ മേഖലകളിലും നിറസാന്നിധ്യം സത്താർ കുന്നിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സത്താർ, നമ്മൾ ആക്ച്വലി ഇപ്പോൾ കടന്നുപോയത് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ്. പെട്ടെന്നുണ്ടായ സൈറനും പെട്ടെന്നുണ്ടായ ആ ഒരു സാഹചര്യവും നോക്കിയാൽ താങ്കൾ എങ്ങനെ അതിനെ കണ്ടു?
ഇപ്പം ഈ നിലവിൽ സാഹചര്യങ്ങളൊക്കെ മാറി വരുന്നു എന്നുള്ളൊരു സന്തോഷകരമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദങ്ങളാണ് ഉണ്ടായത്. പക്ഷേ ഏറ്റവും വലിയ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഗുണമെന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിലെ GCC രാജ്യങ്ങളിലെ അധികാരികൾ തങ്ങളുടെ സ്ഥലം ഒരിക്കലും ഈ അക്രമത്തിന് വേണ്ടി ഉപയോഗിക്കില്ല, അറ്റാക്കിന് വേണ്ടി കൊടുക്കില്ല എന്നുള്ള വളരെ കൃത്യമായ ഒരു തീരുമാനം എടുത്തതോടുകൂടി തന്നെ നമുക്കത്ര വലിയൊരു ഭയപ്പാടുണ്ടാവേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ രാജ്യത്തിൻ്റെ ആളുകൾ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് ആവശ്യമുള്ള മുഴുവൻ സംഭവങ്ങൾ, ഭക്ഷ്യവസ്തുക്കളും കാര്യങ്ങളും ഒരു ശേഖരം തന്നെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് നൽകുകയും ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു അപായ സൂചന വരുമെങ്കിൽ തന്നെ സൈറൻ നൽകിക്കൊണ്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്യണമെന്നുള്ള കൃത്യമായ ഒരു അവലോകനം നൽകുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് യാത്രാ സംബന്ധമായൊരു പ്രശ്നത്തിലാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്. ഏറ്റവും വലിയ പ്രവാസികൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ വ്യോമപാത റദ്ദാക്കുന്നതോടുകൂടി അടിയന്തരമായി നാട്ടിലേക്ക് പോകുന്ന ആളുകൾ കൂടി ബുദ്ധിമുട്ടുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ 1-2 കേസ്, ഭർത്താവ് നാട്ടിൽ മരിച്ചു, പക്ഷേ ഭാര്യയ്ക്ക് പോകാൻ വേണ്ടി എല്ലാം തയ്യാറെടുത്ത് 28 പോകേണ്ടതാണ്, പക്ഷേ പോകാൻ വേണ്ടി പറ്റില്ല, അവരുടെ കുടുങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കടമ്പ. അതാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച കുറേ ആൾക്കാർ സ്റ്റക്കായി പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ എപ്പോഴാണ് മനുഷ്യത്വം, എപ്പോഴാണ് മനുഷ്യൻ ജാതിയും മതമൊക്കെ മാറ്റി നിർത്തി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. ഇന്ന് നമുക്ക് കാണാം, പത്രങ്ങളെടുത്താലും വാർത്തകളെടുത്താലും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ഇതുപോലെ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ഓരോരോ കാരണങ്ങൾ പറഞ്ഞാണ്. ഒന്നുകിൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ മതം, മറ്റുള്ള രീതിയിൽ. ഈ മനുഷ്യരെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ കാണുമ്പോൾ ഈ സ്റ്റക്കാകുമ്പോഴെങ്കിലും നമ്മൾ ഇതിൽ നിന്നെല്ലാം മാറി മനുഷ്യത്വം എന്ന് പറയുന്നൊരു ഇതിലേക്ക് മാറണ്ടേ? അതാണ് ഈ പ്രവാസ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. നിങ്ങൾ നിക്സൺ സൂചിപ്പിച്ചുള്ളൊരു ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു പൂർണ്ണത നമ്മളെ പ്രവാസ ലോകത്താണ്. നമ്മൾ നാട്ടിൽ അതില്ല. ഇവിടെ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ അവൻ്റെ മതമോ ജാതിയോ രാഷ്ട്രീയമോ നമ്മൾ നോക്കുന്നില്ല. ഓരോ റൂമിൽ തന്നെ വ്യത്യസ്തമായ ആളുകൾ, ഇന്ത്യക്കാർ, കേരളം, മലയാളിന്ന് മാത്രമല്ല, ഇന്ത്യക്കാരെന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ആളുകൾ തന്നെ ഒരൊറ്റ റൂമിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വിഭാഗീയമായൊരു ചിന്ത, രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ പ്രവാസികളൊക്കെ ഒരുമിച്ചാണുള്ളത്. ഈ ഒരു സംഭവം നാട്ടിലേക്ക് കൂടി ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു രാഷ്ട്രീയം ഇല്ലാതെ, ഒരു മതവും ഇല്ലാതെ മുഴുവൻ ആളുകളെ സഹായിക്കാൻ ഒരാളെ വിളിച്ചാൽ അവിടെ ഓടിയെത്തണം അവർക്ക് ആവശ്യമുള്ള. താങ്കൾക്ക് പലപ്പോഴും ഒരു പ്രത്യേകമെങ്കിൽ പല മത, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലൂടെ ധാരാളം സ്റ്റേജുകളിൽ താങ്കളെ കാണുകയുണ്ടായി. അപ്പോൾ നമ്മളിതിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ മനുഷ്യർക്കെല്ലാം ഓരോ താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ, യുദ്ധം മാത്രമല്ല, നമുക്ക് മുന്നിലുണ്ടാകുന്ന കടമ്പകൾ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ അതിജീവിക്കുന്നു, ഒരു അസോസിയേഷൻ ആവാം, അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടായ്മയാവും, അതിനെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ബലപ്പെടുത്താം? അല്ല, നമ്മളൊരു പൊതു കൂട്ടായ്മയുടെ ഒരു അനിവാര്യത നമ്മളെപ്പോഴും പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ കുവൈത്തിനെ സംബന്ധിച്ച് നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു പ്രത്യേക രാഷ്ട്രീയം നമുക്കല്ല, ഇപ്പോൾ നിക്സൻ്റെ രാഷ്ട്രീയമുണ്ട്, എനിക്ക് രാഷ്ട്രീയം, പക്ഷേ നമ്മളൊരിക്കലും കക്ഷി രാഷ്ട്രീയം നമ്മുടെ പൊതുപ്രവർത്തനത്തിൽ കാണിക്കാറില്ല. പ്രത്യേകിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ നമ്മളാരും ആ ഒരു അർത്ഥത്തിൽ കാണാറില്ല. എങ്കിലും ഒരു പൊതു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു കോർഡിനേഷൻ്റെ ഒരു അഭാവം കുവൈത്തിലെ മലയാളി സമൂഹത്തിലുണ്ടാകുന്നു. പക്ഷേ പലരും അങ്ങനെ ഒരു കോർഡിനേഷൻ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഒഫീഷ്യലായിട്ട് കോർഡിനേഷനിലും നേരത്തെ അങ്ങനെ യുണൈറ്റഡ് മലയാളി ഫോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അനിവാര്യത പലപ്പോഴും നമ്മളെ വിളിച്ച് പറയാറുണ്ട്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ പ്രതികരിക്കാൻ മേലത്തിലുണ്ടാകുന്നു. പക്ഷേ പലരും അങ്ങനെ ഒരു കോർഡിനേഷൻ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഒഫീഷ്യലായിട്ട് കോർഡിനേഷനിലും നേരത്തെ അങ്ങനെ യുണൈറ്റഡ് മലയാളി ഫോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അനിവാര്യത പലപ്പോഴും നമ്മളെ വിളിച്ച് പറയാറുണ്ട്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമുക്ക് പലപ്പോഴും പ്രതികരിക്കാനാവില്ല. കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലുള്ള ചെറിയ ചെറിയ സംഘടനകൾ ഉണ്ടാക്കി വരുന്ന ആൾക്കാർ പല രീതിയിലുള്ള വിഘ്നങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ആൾക്കാർ മേഖലകളിൽ ഒരു നല്ല ലെവലിൽ പോകുന്ന ആൾക്കാർക്ക് ആർക്കും അത്തരം സാഹചര്യങ്ങളോട് പറയാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് കാണാം, കൂണുപോലെ പല സ്ഥലത്തും പല സംഘടനകളും എത്ര പേരോ 4, 5 അല്ലെങ്കിൽ 15 പേരുള്ളെങ്കിൽ ഇവരെല്ലാം മുൻനിരയിലുമുണ്ട്. അപ്പോൾ അത് കണ്ട് പകച്ചു നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിന് അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല, എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം സംഘടനകൾ ഉണ്ടാകുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മൾ ഓരോ സംഘടനകളും വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഓരോ ആളുകൾക്കും പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. സംഘടന വരുന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആളുകൾക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടാവുമെങ്കിലും എല്ലാ സംഘടനകളും ഉപകാരപ്പെടും. കടലാ സംഘടനയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്ന പല ആളുകൾ. പിന്നെ നമ്മുടെ അഭിപ്രായം പറയാൻ നമ്മൾ ആരും ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഈ നാടിനെതിരില്ലാത്ത പൊതുസമൂഹത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട വിഷയം സമയത്തിൻ്റെ ഒരു കുറവുണ്ട്. കാരണം വ്യക്തി താല്പര്യത്തിനോ അല്ലെങ്കിൽ തൻ്റേതായ മേഖല വളർത്താനും ഉണ്ടാകുന്ന സംഘടനകളും നമ്മുടെ മുന്നിൽ കാണാറുണ്ട്. പക്ഷേ ആ സംഘടനകൾക്ക് അതീതമായിട്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ സംഘടനാ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ അത് നല്ലതാണ്. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ഒരു ന്യൂജൻ അഭിപ്രായത്തിലേക്ക് നമുക്കൊന്ന് ഈ വിഷയത്തിൽ ഒന്ന് ചോദിക്കാം. ഫാത്തിമ, അസ്സലാമു അലൈക്കും. ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചു വന്നത് കൂട്ടായ്മകൾ കൊണ്ട് പലപ്പോഴും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുള്ളതാണ്. താങ്കൾ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് വർക്ക് ചെയ്യുന്ന ഏത് മേഖലയാണ്? ഹ്യൂമൻ റിസോഴ്സിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു മേഖലകളിൽ കുറേ ആൾക്കാരിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണ്ടല്ലോ, ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു യുദ്ധം,
അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ വാതിലുകൾ അടയുന്നു, അല്ലെങ്കിൽ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഭീതികൾ വരുമ്പോൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു ഈ അനിശ്ചിതത്വങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഫേസ് ചെയ്തത്? ഇപ്പം ഞങ്ങളെ കമ്പനിയിൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫ്രം ഹോം. എല്ലാവരും പെട്ടെന്നായിരുന്നു ഇൻഫോം ചെയ്തത്. അപ്പം കുറച്ച് ഡിലേസ് ഉണ്ടായി, പേ റോൾ പ്രോസസ്സിങ്, പിന്നെ സാലറീസ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ ബാക്കിയെല്ലാം നോർമലായിട്ട് തന്നെ ക്ലയൻസ് ആയിട്ടോ മീൻസ് ഓഫീസിൽ വർക്കെല്ലാം നോർമലായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഇങ്ങനൊരു യുദ്ധം വന്നപ്പോഴത്തേക്കും അപകടം ഉണ്ടാവുമോ അങ്ങനൊരു ഭീതി വന്നായിരുന്നോ? ഇല്ല, വന്നില്ല. ഇല്ല. അതൊരു നമ്മളെടുത്ത് കാണേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു സാധാരണ ഇവരുടെ ആ ജനറേഷനിൽ പോലും കുവൈറ്റിലോട്ട് ഇത്രയും മിസൈലുകൾ പാഞ്ഞു വന്നിട്ടൊന്നും യാതൊരു ഭയപ്പാടും തോന്നിയില്ല എന്നുള്ളത്. അതാണ് ആ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു അല്ലെ ആ സെക്യൂരിറ്റി പവറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെൻ്റെ 31ാമത്തെ വർഷമാണ് കുവൈറ്റിൽ. 90-ൽ ഇൻവേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. 2003-ലാണ് ഇങ്ങനെ ഒരു പ്രത്യേക സ്റ്റേജ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും 2026 ആയപ്പോഴും ഒരു ടെൻഷനായി. എന്നിരുന്നാലും പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ കടന്നുപോയതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആദ്യമൊക്കെ സൈറനും മിസൈലൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂസ്ഡ് ആവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആശ്വസിക്കാം. നല്ല നല്ല സാഹചര്യങ്ങൾ കുവൈറ്റിൽ വരട്ടെ എന്ന് വീണ്ടും പ്രത്യാശിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും കുവൈറ്റ് ദിനാർ ഇന്നും നല്ല മൂല്യത്തിൽ തന്നെ നിൽക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആശ്വസിക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ. നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നപ്പോൾ കുട്ടികൾ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. കാരണം 10ാം ക്ലാസ് പരീക്ഷ മാറ്റി വെക്കുമ്പോൾ പൊതുവേ പണ്ട് നമുക്കൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇന്നത് വീണ്ടും എഴുതണം, അത് മാത്രമല്ല ഒത്തിരി കടമ്പകൾ കിടക്കണം എന്നുള്ള യാഥാർത്ഥ്യം അറിയാവുന്നതുകൊണ്ട് കുട്ടികൾ അത്ര ഹാപ്പിയല്ല. 12ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും പരീക്ഷ മാറ്റി വെച്ചപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവം നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് മറിയം ശ്രദ്ധ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ഈ 10ാം ക്ലാസ് മാറ്റി വെക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് എക്സാം മാറ്റി വെച്ചപ്പോൾ എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. അയ്യോ, അതെന്താണ്? പ്രത്യേകിച്ച് അല്ല, നമുക്ക് ആക്ച്വലി ബാക്കിയുള്ള 2 എക്സാം ഇപ്പൊ ക്യാൻസൽ ആയിട്ടുള്ളതാണ്. 4 എക്സാം കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇനി 2 എക്സാം എഴുതണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രോസസ്സിംഗ് ഉണ്ടാവുമല്ലോ. അപ്പം എങ്ങനെയായിരിക്കും അത്? CBSE ഇപ്പം അറിയിച്ചിട്ടില്ല എങ്ങനെയാണ് ഒരു മാർക്ക് ഇടാന്നുള്ളത്. പിന്നെ നമുക്ക് ആക്ച്വലി ഈ വർഷം മുതൽ 2ാമതൊരു ബോർഡ്സ് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും കിട്ടിയ മാർക്കിൽ സന്തോഷം അല്ലെങ്കിൽ അവർക്ക് മെയിൽ 2ാമതൊരു ബോർഡ്സ് എഴുതാൻ പറ്റും. അപ്പം ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു ഇനി കിടന്നത് ബാക്കി? സോഷ്യൽ സയൻസും ഫ്രഞ്ചുമാണ്, ഹിന്ദി 2 ലാംഗ്വേജും സോഷ്യൽ സയൻസുമാണ് ഇനി ബാക്കിയുള്ളത്. അത് അത്ര ബുദ്ധിമുട്ടില്ലാത്ത വിഷയങ്ങളാണ്. എന്തായാലും സ്വാഭാവികം. പക്ഷേ ഈ എക്സാമിൻ്റെ ഒരു വിഷയത്തിൽ മാറ്റി നിർത്തിയാൽ പെട്ടെന്ന് കേട്ട സൈറനും അല്ലെങ്കിൽ ആ ഒരു ഇത് വന്നപ്പം എങ്ങനെയായിരുന്നു? ഭയപ്പെട്ടോ, പേടിച്ചോ? കുറേ ആൾക്കാർ ഭയപ്പെട്ടിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര വലിയ മറിയം സ്ട്രോങ് ആയിരുന്നു. നമുക്ക് എന്താന്ന് വെച്ചാൽ അതെന്തായാലും നമ്മൾ കൺട്രി എന്ന് പറയുന്ന കുവൈത്ത് എന്തായാലും പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലൂടെ. പക്ഷെ എന്നിരുന്നാലും ഈ ആദ്യം ഇത്രയും മിസൈലുകളൊക്കെ പാഞ്ഞു പോകുന്ന ശബ്ദവും പുകയും ഒക്കെ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ എന്തായാലും ഒരു വാർ സോണിലാണുള്ളത്, യുദ്ധം നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഫീലിങ്സ് ഡിഫറെൻറ്റ് തന്നെയാണ്. പക്ഷെ അത് ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ യൂസ്ഡ് ആയി ഇനി ശരിയാവുമായിരിക്കും എന്നുള്ളത്. അതാണ് ന്യൂ ജനറേഷൻ. അവർ അങ്ങനെയൊന്നും ഭയപ്പെടില്ല. പണ്ടത്തെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇല്ല കുട്ടികൾക്കെന്നുള്ളതാണ് മറിയം നമ്മളോട് ഒന്നുകൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ശരിയാണ്. കാരണം നമുക്ക് കാണാം ഇപ്പോഴത്തെ കുട്ടികൾക്ക്, പണ്ടൊക്കെ നമ്മൾ ഒരു കൂട്ടുകാരൻ കൂട്ടുവെട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ പോയി കിടന്ന് കരയും, അല്ലെങ്കിൽ അവൻ്റെ കൂട്ട് പിറ്റേ ദിവസം സന്ധ്യ ആകുന്നവരെ നമ്മൾ എന്നും വളരെ വിഷമിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നൊരു കൂട്ടുകാരിയൊക്കെ മാറിപ്പോയാൽ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ കല്ലുവല്ലി അല്ലേ? എനിഹൗ ഈ ന്യൂ ജനറേഷനിലൂടെ കടന്നു പോകുന്ന നമ്മളും ശ്രദ്ധിക്കണം ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും, അല്ലെങ്കിൽ നമ്മൾക്കിടയിലെ ഈ അസമാധാനത്തിലേക്ക് കടന്നു പോകുന്ന രീതികളെ പറ്റിയൊക്കെ പഴയ കാലത്തെ അത്ര നോക്കിയില്ലെങ്കിൽ കൂടിയും കുറച്ചുകൂടെ ശ്രദ്ധിക്കാനുണ്ട് അല്ലേ? കുവൈറ്റിൽ നിന്നും നമുക്ക് വഴിതെളിച്ച് തന്ന ഒരു രാജ്യമാണ്. ഒരുപാട് പേര് വളർന്ന സ്ഥലമാണ്. ഒരുപാട് വ്യവസായ മേഖലകളിലേക്കും പല ഇതിലേക്കും വന്ന് അല്ലേ? ആ ഒരു അതിന് ഇന്ന് പക്ഷേ നമ്മുടെ ആൾക്കാരൊക്കെ കുറേയൊക്കെ ദുരുപയോഗം ചെയ്തും നമ്മുടെ ആ ഇന്ത്യക്കാരോടും മലയാളികളോടും മലബാറികളോടുള്ള സ്നേഹമൊക്കെ കുവൈറ്റുകൾ കുറഞ്ഞു പോകേണ്ട കാരണം എന്താ? ഒരാളുടെ അതെന്താ പറയുക, നമ്മൾ തന്നെ നമ്മുടെ വില കളയുന്നു അവിടെ. നമ്മുടെ മറ്റ് ചെയ്തികൾ കൊണ്ട് നമ്മൾ തന്നെ നമ്മളെ വിലയില്ലാതെയാക്കുന്ന അത്രേ ഉള്ളൂ. നമ്മുടെ 50 വർഷത്തെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരാൾ അയാളുടെ ഏകദേശം നല്ല ഒരു ആയുഷ്കാലം തന്നെ ഇവിടെ ചെലവഴിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നവർക്കും ഇന്നുള്ള ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശരിക്ക് പറയുമ്പോൾ ഇക്കായ്ക്ക് ശരിയാണ് വരുന്നത്. കാരണം മലയാളികളുടെ ഒരു സ്വഭാവ രീതികളും അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ
നമുക്ക് ഉണ്ടായിരുന്ന നല്ല പേരുകൾ മലബാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ വാല്യൂ കുറച്ച് ഇടിഞ്ഞു താന്നു എന്നൊക്കെ ആ ചിരിയിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമ്പാദ്യത്തോടൊപ്പം തന്നെ അല്ലെ സമ്പാദ്യങ്ങളും മറ്റു രീതിയിലുള്ള വികസനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള പ്രധാനമായിട്ടുള്ള ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത്. സമാധാനമില്ലെങ്കിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തിന് സ്ഥിരതയില്ലെങ്കിൽ എന്ത് സമ്പാദ്യം? ഇപ്പോൾ ഉണ്ടാകുന്ന ഈ നമ്മൾ കണ്ടു 300-ൽ പരം മിസൈലുകളും ഡ്രോണുകളും ഒക്കെ പാഞ്ഞ് നമ്മുടെ മുകളിലൂടെ പോയപ്പോൾ പുതിയ സിസ്റ്റങ്ങളാൽ അതെല്ലാം വിച്ഛേദിച്ചെങ്കിലും അങ്ങനെയൊന്നുമല്ല. അതിലൊരു 4-5 വന്ന് വീണാൽ തീരാവുന്ന ഒരു കൊച്ചു രാജ്യമാണ് നമ്മുടേത്. പക്ഷേ ഇതിൽ നിന്നുള്ള നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെയൊക്കെ വിശ്വാസങ്ങളും അല്ലെ ശുഭപ്രതീക്ഷകളും ടെക്നോളജിയും ഒക്കെ ആണെങ്കിൽ കൂടിയും നമ്മൾ ഒരിക്കലും ആ അസമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ കടക്കരുതെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തും ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഇടപെടലുകളിലൂടെ സമാധാനം ഉണ്ടാക്കാനും നന്മകൾ ഉണ്ടാക്കാനും ഒക്കെ നമ്മളും മുന്നോട്ട് ഇറങ്ങിച്ചെല്ലണമെന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാതെ സമാധാനത്തിൽ പോകാനുള്ള എല്ലാ മാർഗങ്ങളും നാമോട് കൂടി കൈകോർത്തുണ്ടാക്കാമെന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടാം. ജയ് ഹിന്ദ്. Because the best. Choose the best. Al Muzagini Exchange, always near you. Flavor made for the squad. Carrot tastes better together. Dubai Karaku Makani, the place of real Karak. Lulu, where the world comes to shop. Highway Center, a complete family shopping experience. Live Pure, crafted for your